ഇവിടെ വന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കേസ് കൊടുക്കുവാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകൾ, ഇതിൽ ആരുടെ പേരിൽ വേണം കേസ് കൊടുക്കുവാൻ? എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴ ബീച്ചിൽ നടന്ന കാർണിവലിൻ്റെ മറവിൽ നടന്നിരിക്കുന്നത് വമ്പൻ നികുതി തട്ടിപ്പ് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ കൂടെയാണ്. അതിലേക്കാണ് കടന്നു വരുന്നത്. ആലപ്പുഴ ബീച്ചിൽ കാർണിവൽ നടത്തുവാൻ പോർട്ടും ആലപ്പുഴ നഗരസഭയും ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഷഹന ഐ, ഷാജി മൻസിൽ, കല്ലേപ്പുള്ളി പി ഒ, പാലക്കാട് എന്ന ഒരു വ്യക്തിക്കാണ്. എന്നാൽ ആ വ്യക്തി രണ്ടാമത് ഈ കാർണിവൽ നടത്തുവാൻ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിച്ചു. അയാളുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയാളുടെ പേര് ഫയാസ് റഹ്മാൻ, ഫ്ലാറ്റ് നമ്പർ 1B, കടവന്ത്ര, എറണാകുളം എന്നാണ്. സത്യത്തിൽ ഇവിടെ നടന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഈ ഫയാസ് ആണോ അതോ ഈ പറഞ്ഞ ഷഹനയാണോ? നിയമവിദഗ്ധരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉത്തരം പറഞ്ഞു തരണം. ഇവിടെ വന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കേസ് കൊടുക്കുവാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകൾ, ഇതിൽ ആരുടെ പേരിൽ വേണം കേസ് കൊടുക്കുവാൻ? ആരുടെ പേരിൽ കേസ് കൊടുത്താൽ ഇതിനെല്ലാം നിവൃത്തി കിട്ടും? അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, കോടികളുടെ ഒരു ബിസിനസ്സാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഷഹന ഐ എന്ന് പറയുന്ന ആൾ ഒന്നാം കക്ഷിയായിട്ട് ഈ എഗ്രിമെൻ്റ് ഇതൊക്കെ കിട്ടാൻ കുറച്ച് സമയമെടുത്തു, അതാണ് താമസിച്ചത്. എന്ന ആൾ ഈ ഫയാസ് റഹ്മാന് ഈ കാർണിവൽ രണ്ടാം കക്ഷിയായ ഫയാസ് റഹ്മാന് കൈമാറിയിരിക്കുന്നത് 1 കോടി രൂപയ്ക്കാണ്. അതുമാത്രമല്ല, ഈ എഗ്രിമെൻറ്റിലേക്ക് കടന്നു പോകുമ്പോൾ പൈസ അടച്ചിരിക്കുന്നത് സുനിൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, സബൂർ എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. വല്ലാത്തൊരു എഗ്രിമെൻറ്റ് നല്ല രീതിയിൽ ചെയ്തു വച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം, ഈ പണമൊക്കെ എവിടുന്ന് വന്ന് ചേർന്നു, ആരൊക്കെ അടച്ചു, ആരുടെയൊക്കെ കൈ കൂടെ പോയി എന്നൊക്കെ ഇത് ഈ എഗ്രിമെൻറ്റിനകത്ത് വ്യക്തമാണ്. പക്ഷേ ആ എഗ്രിമെൻറ്റിലൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇതിൽ നിന്നും ഒന്ന് മനസ്സിലായി, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നിരിക്കുന്നത്. അതിന് എവിടെയാണോ കേസ് കൊടുക്കേണ്ടത് അത്തരത്തിലൊരു പബ്ലിക് എന്നുള്ള നിലയിൽ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. ആരും പേടിക്കേണ്ട, കൊടുത്തിരിക്കും, ഉറപ്പാണ്. ആലപ്പുഴ നഗരസഭ എന്തടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആലപ്പുഴ പോർട്ട് എന്തടിസ്ഥാനത്തിലാണ് ഇതിനെല്ലാം അനുമതി നൽകിയത്? അഴിമതിയിൽ നിന്ന് വന്നുപോയതാണ്. സത്യത്തിൽ അഴിമതി തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്കൊരു ആലപ്പുഴ പോർട്ടിനെ കുറിച്ച് വലിയൊരു പ്രതീക്ഷയുണ്ട്. പുതിയൊരു ഓഫീസർ വന്നു, അയാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിരുന്നത്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ആലപ്പുഴ നഗരസഭ ഇതിന് അനുവദിച്ചത് സ്ട്രക്ചറൽ ആൻഡ് സ്റ്റെബിലിറ്റി സംബന്ധിച്ച സത്യവാങ്മൂലമാണ് അവർ കൊടുത്തിരിക്കുന്നത്. എംപ്ലോയീസ് കോമ്പൻസേഷൻ ഇൻഷുറൻസ്, പബ്ലിക് ലയബിലിറ്റി, നോൺ ഇൻഡസ്ട്രിയൽ റിസ്ക് എന്ന് ബ്രാക്കറ്റിൽ ചേർത്തുകൊണ്ട് ഇൻഷുറൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ NOC, ഇലക്ട്രിക് ഇൻസ്പെക്റ്റഡ് NOC എന്നീ രേഖകൾ സമർപ്പിക്കുകയും രേഖകൾ പരിശോധിച്ചതിന് ശേഷം അനുമതി നൽകിയിട്ടുള്ളതാണ്. ഈ താഴത്ത് വരുന്നുണ്ട്, ഈ കടപ്പുറം ഇമ്മാതിരി കുഴിച്ചു കൊളവാക്കി ഇൻ്റർലോക്ക് ഇട്ട് കുഴിക്കക്കൂസ് കുത്തുന്നതിന് ഇതിന് CRZ അനുമതി വേണ്ടേ? ആലപ്പുഴ കടലുമായിട്ട് 10 മീറ്റർ പോലും വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം ഒരു ജനപ്രതിനിധി വന്ന്, എല്ലാവരുടെയും പ്രിയപ്പെട്ട ജനപ്രതിനിധി എന്ന് സ്വന്തമായി പറയുന്ന ഒരാൾ വന്ന് തള്ളുന്ന കേട്ടു. ഇത് നികുതി ഉണ്ടായി, പോർട്ടിന് പൈസ കിട്ടി, ഓട്ടോക്കാർക്ക് പൈസ കിട്ടി, ഞങ്ങൾക്ക് ഇത്രയും കിട്ടി, അവർക്ക് ഇത് ഇത്രയും കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് കിട്ടിക്കാണും. അതിനാണ് നിങ്ങൾ ഇത്ര നാൾ സൈലൻ്റ് ആയിട്ടിരുന്നത്. എന്നിട്ട് ചില പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിപ്പൊടിയിനാൻ വേണ്ടിയിട്ട് ഇമാതിരി വന്നിരുന്ന തള്ളല് യാതൊരു അടിസ്ഥാനമില്ലാണ് ഈ കാർണിവൽ നടന്നിരിക്കുന്നത്. ഒരു രേഖകൾ സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി സംബന്ധിച്ച സത്യവാങ്മൂലം കൊടുത്താൽ മതിയാവും. എനിക്കറിയില്ല, അറിയാമെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട പുള്ളി ഒന്ന് പറഞ്ഞു തരണം. ആ സ്ട്രക്ചറൽ ആൻഡ് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടേ? അല്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പിൻവലിക്കാം. ഇമാതിരി ഒരു അഴിമതി ആലപ്പുഴ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതിനകത്ത് എല്ലാവരും, ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമല്ല, എല്ലാവർക്കും പങ്കുണ്ട്. അതിലേക്ക് വ്യക്തമായ നമ്മുടെ കയ്യിലൊരു ഇതില്ലാതെ നമുക്ക് വന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. അതായത് ഒരു കക്ഷി ഈ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരാൾ വന്നിരുന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആലപ്പുഴ നഗരസഭയിലുള്ള മുണ്ടുടുത്ത, പൊക്കം കുറഞ്ഞ, മീശയില്ലാത്ത ഒരു കൗൺസിലറാണ് ഞങ്ങൾക്ക് ഇതിനെല്ലാം സഹായം ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് അത് വന്ന് നിങ്ങളോട് ഞങ്ങളെങ്ങനെ പറയും? ആളെയൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടി. ഇത്തരത്തിലുള്ളൊരു ഇത് ഇവിടുന്ന് പൊളിച്ചിട്ട് ഇനി നേരെ പോകുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്തിലേക്കാണ്. അവിടെയും ഇതേ കണക്ക് കുഴിതുകൊണ്ടും, എന്നിട്ട് ഇവർ തമ്മിലൊന്നും ഒരടക്കമില്ല. ഇവരൊരു ചെറിയ സ്പർദ്ധയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അഭിനയിക്കും. ഇവരെല്ലാം ബന്ധുക്കളൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് ആൾക്കാരെ പറ്റിക്കും. ഇതാണ് ഇവരുടെ പരിപാടി.
എന്തായാലും ഈ എഗ്രിമെൻ്റ് കിട്ടിയത് വളരെ ഉപകാരമായി. എന്തടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി മുനിസിപ്പാലിറ്റിയുമായി കരാറുണ്ടാക്കുന്നു, അയാൾക്ക് വേണ്ടി പണമടയ്ക്കുന്നതും മറ്റു പല വ്യക്തികളാണ്. ഇതിനകത്തിപ്പോൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് 3 വ്യക്തികളാണ് വരുന്നത്. ഒന്ന് ഷഹന, ഒന്ന് ഫയാസ്, ഒന്ന് സുനിൽ, ഒന്ന് സബൂർ. ഇതിൽ ആരുടെക്കൽ ഈ ജനങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് കണക്ക് ചോദിക്കണം? ഈ ജനങ്ങൾക്കുണ്ടായ നഷ്ടത്തിന് ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരെങ്കിലും വന്നിട്ട് കണക്ക് പറയുമോ? അല്ലെങ്കിൽ അവർക്ക് പരിഹരിച്ച് കൊടുക്കുമോ? എല്ലാവർക്കും പ്രിയപ്പെട്ട നീതിമാൻ വന്ന് കൊടുക്കുമോ? ചുമ്മാ അത് തള്ളാൻ എളുപ്പമാണ് നീതിമാനെ. കാണാം.